ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 26ാമത്തെ ട്രെയിനേഴ്സ് ടോക്ക് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ അതിനോട് പിന്നെ അതിന്റെ പരിസരത്തുള്ളവരോ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായി നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വരാറുള്ളത്. അപ്പോൾ ട്രെയിനിങ് എന്നുള്ളത് ഓരോ ദിവസവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഒരു പിന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ കൂടി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളാണ്, കേരളമാണ്. അപ്പോൾ കേരളം എന്ന ഒരു ടാർഗറ്റിന് നമ്മൾ എടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയും എന്നാൽ അതിനേക്കാളുള്ള അപ്പുറത്തേക്കുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിനെ അതല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതയെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ എടുക്കുക എന്നതിനേക്കാൾ കുറെ കൂടി പിന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിനെ മാറ്റുക, അതിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരു ഇംഗ്ലീഷ് ട്രെയിനർ ആകുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. അപ്പോ മലയാളികളായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറത്തുള്ള ഇന്ത്യയും അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ എംപവർ ചെയ്യാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഒരു മീഡിയം മാറുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് പതുക്കെ അതിൽ ആ ഒരു പ്രാവീണ്യം നേടുകയും അതിൽ നമ്മൾ പ്രാക്ടീസ് നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പേടിയാണ്, അതല്ലെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് നിർവഹിക്കാൻ പറ്റാത്തത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ അജ്മൽ സാഹിർ ഇവിടെ സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അജ്മലിനെ ഈ ഒരു സെഷനിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സെഷൻ വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബാക്കിയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നയിക്കുന്നതിന് വേണ്ടിയിട്ട് അജ്മൽ സാഹിറിനെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് over to Ajmal Sahir. Thank you, sir. Hi, everyone. First of all, thank you so much for giving this opportunity to interact with you and all of. Good evening, all. ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ വീക്ഷിക്കാനെത്തിയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കും ഈ ഒരു ഇതിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഐ എം CEO ഓഫ് മങ്ക് ഓഫ് മില്യൺ. മങ്ക് ഓഫ് മില്യൺ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടൻസി ആണ്. അതുമായി റൺ ചെയ്തു പോകുന്ന ഒരു ആളാണ് ഞാൻ, CEO ഓഫ് മങ്ക് ഓഫ് മില്യൺ. അതായത് മങ്ക് ഓഫ് മില്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് ടോക്ക് അതുപോലെയുള്ള ട്രെയിനേഴ്സ് ഒക്കെ ഒരുപാട് നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. അതിലുപരി ആയിക്കൊണ്ട് വെറും ട്രെയിനിങ് എന്നതിലുപരി ആയിക്കൊണ്ട് ഒരു പ്രാക്ടിക്കൽ കൂടെ നൽകാൻ കഴിയുക എന്നുള്ളൊരു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മങ്ക് ഓഫ് മില്യൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മുടെ വിഷയം ഹൗ ടു കോങ്കർ ദി വേൾഡ്, എങ്ങനെ നമുക്ക് ഒരു ട്രെയിനർ എന്ന നിലയിൽ എങ്ങനെ നമുക്ക് വേൾഡ് കീഴടക്കാം, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വേൾഡ് കീഴടക്കാൻ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെ നമുക്ക് കീഴടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക്
എങ്ങനെ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാനൊരു ചെറിയൊരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു കൊട്ടേഷനിലൂടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. APJ അബ്ദുൽ കലാം, നമ്മുടെ ഫോമർ പ്രസിഡന്റ്, ഇന്ത്യന്റെ ഫോമർ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ ഒരു കൊട്ടേഷനിലൂടെ പറയുന്നുണ്ട്, സാധാരണ കിളികള്, സാധാരണ പക്ഷികള് മഴ പെയ്യുമ്പോൾ അവരൊരു ഷെൽട്ടർ അന്വേഷിക്കും. മഴ കൊള്ളാതിരിക്കാൻ അല്ലെങ്കിൽ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ അന്വേഷിക്കും. അവരൊരു കുടക്കീഴിലാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവരെ ഇതിലുപരിയായിട്ട് ഈഗിൾ എന്ന് പറയുന്ന പക്ഷി തന്നെ, അല്ലെങ്കിൽ പരുന്ത്, ക്ലൗഡിന് മുകളിലൂടെ പറന്നിട്ടാണ് ഈ ഒരു സെനാരിയോ അതിജീവിക്കുക എന്ന് പറഞ്ഞത്. അപ്പോ നമ്മള് ഇപ്പോ നമ്മൾ ഷെൽട്ടറിന്റെ ഉള്ളിലാണ് ഓൾറെഡി. ഒരു മലയാളം എന്നുള്ള ലാംഗ്വേജിൽ നിന്നുകൊണ്ട് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ ഓൾറെഡി നമുക്കുണ്ട്. സോ ഈ ഒരു ഷെൽട്ടറിനപ്പുറത്തേക്ക് ഈഗിളിനെ പോലെ പറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇംഗ്ലീഷ് നമ്മുടെ നമ്മൾ ഇംഗ്ലീഷ് കരസ്ഥമാക്കിക്കൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. സോ ഇംഗ്ലീഷ് നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൗ ടു കോങ്കർ ദി വേൾഡ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആസ് എ ട്രെയിനർ നമുക്കുള്ള ആൻസർ ഇംഗ്ലീഷ് നമ്മൾ ഗെയിൻ ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ ടങ്ങാക്കി മാറ്റുക, അത് തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഓൾറെഡി നമ്മൾ തന്നു കഴിഞ്ഞു. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആണ് കോങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. അതിന്റെ ബെനഫിറ്റ്സ് ഒരു 5 ഘടകങ്ങളായിട്ട്, 5 C ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരാം. 5 C ആണ് അതിന്റെ ബെനഫിറ്റ്സ്. ആദ്യത്തെ 3 C എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ട്രെയിനേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് ഓൾറെഡി ഉള്ളതും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മലയാളം എന്ന ലാംഗ്വേജിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് എടുക്കുന്നത് കൂടി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 5 Cകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഈ സെഷനിലൂടെ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ C എന്ന് പറയുന്നത് ക്ലാസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമുക്ക് അതിനെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ ചുരുക്കി പറയാൻ പറ്റും. ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ പൈലറ്റും ഡ്രൈവറാണ്, ബസ് ഓടിക്കുന്ന ആളും ഡ്രൈവറാണ്. പക്ഷേ പൈലറ്റിന് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സെനാരിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഒരാഴ്ച മുമ്പ് റോഡിൽ ഒരു KSRTC ഡ്രൈവർ, ഒരു പൊളിറ്റിക്കൽ വാർ തന്നെ നമ്മൾ നടക്കുന്നതായിട്ട് കണ്ടു. അത് ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് തന്നെ 2 ക്ലാസ്സിലായിട്ടാണ് മനുഷ്യന്മാർ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജോബ്സിനും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ജോബ്, ട്രെയിനർ എന്നുള്ള ജോബ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിലും ഇഷ്ടത്തോടെ അല്ലാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനൊരു ക്ലാസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്ന് ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനർ എന്നുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ നമുക്ക് ഇഷ്ടത്തോടു കൂടി അല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇഷ്ടത്തോട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഇതിനൊരു ക്ലാസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്. ക്ലാസ്, സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത്. ഈ ജോബായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു പാഷനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതിനൊരു ക്ലാസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് C എന്ന് പറയുന്നത് ക്ലാസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്യാഷ് ആണ്, മണി. ഇപ്പോൾ ചില ആളുകൾ ഒരു ജോബ് റൺ ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നതോടുകൂടി ട്രെയിനറായിട്ട് വന്ന് നിൽക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ട്രെയിനർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന ആളുകളുണ്ടാവും. ട്രെയിനിങ് എന്നുള്ള ഒരു മേഖല ജോബായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ ട്രെയിനിങ് എന്നുള്ളത് പാഷൻ ആണെന്നുണ്ടെങ്കിലും ജോബ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മണി മേക്ക് ചെയ്യാനുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാണ് ട്രെയിനിങ് എന്നുള്ള ഈ മേഖല. അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, എങ്ങനെ നമുക്ക് ഇതിന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഓൾറെഡി അറിയാവുന്നതുമാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് നമ്മൾ അടുത്തുള്ള സികളിലൊക്കെ പറയും.
അപ്പോ ക്യാഷ് ഒബ്വിയസ്ലി നമുക്ക് എന്ത് വേണം, നമ്മുടെ ലൈഫ് മൂവ് ചെയ്യാൻ ക്യാഷ് നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്പാനെ കൊണ്ടുപോകാനുള്ള ഒരു ക്യാഷൊക്കെ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് എന്നുള്ളത്. അപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ക്ലാസ്. ഇപ്പോ അതിനെക്കുറിച്ച് ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിഷാരടി ഒരു സമയത്ത്, പിഷാരടി നമുക്കറിയുന്നതാണ്, ഭയങ്കര കൊമേഡിയൻ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമയത്ത്, നമ്മൾ ഒരാളോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് അയാളെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കില്ല. പക്ഷെ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന പല ആളുകളും അതിന് വേണ്ടിയിട്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്ലാസ് ഇല്ലാത്തപ്പോൾ നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു മേഖല മാത്രം എടുക്കുകയാണെങ്കിൽ ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ട്രെയിനർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രെയിനർ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് കോർപ്പറേറ്റ് കോച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു വാല്യൂ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതവിടെ അതിലൂടെ നികന്നു പോകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സി പറഞ്ഞ സമയത്ത് ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ട്രെയിനിങ് സെഷനിലൂടെ നമുക്ക് എന്തായാലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല. അതിന് വേറൊരു ഉദാഹരണം പറയുകയാണെന്നെങ്കിൽ, ഇപ്പോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള അവരെക്കാളും അതിനു മുകളിലായിട്ട് മാർക്കറ്റിങ്ങിൽ പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് പണം സ്വരൂപിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഡെക്കാത്ലോൺ എന്നുള്ള ഒരു പഠനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഡെക്കാത്ലോണും ട്രെയിനിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഡെക്കാത്ലോൺ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഡെക്കാത്ലോണിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള സെയിൽസ് പേഴ്സൺസ് ഒരിക്കലും ഒരു സെയിൽസ് മാനോ അല്ലെങ്കിൽ സെയിൽസ് വുമണോ ആയിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഓരോ സെഷനിലും, ഫുട്ബോൾ സെഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള PET-കൾ, ആ തരത്തിലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. സോ അവർ ഇൻസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള സംഗതിയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ട്രെയിനേഴ്സും ചെയ്യുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യാണ് മറ്റുള്ളവരെ, നമ്മൾ അവർക്ക് വാല്യൂസ് കൊടുക്കണം. അതുപോലെ തന്നെ ഡെക്കാത്ലോണിന്റെ ഏതൊരു മേഖലയിലും, ഏത് സ്പോർട്സ് ഇവന്റ്സിന്റെ ഏതൊരു മേഖലയിൽ ചെല്ലുകയാണെങ്കിലും അവരൊക്കെ ഉള്ളത് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് സെയിൽസിന് വേണ്ടി നിൽക്കുന്നത്. സോ ഇതിന്റെ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു സ്കേറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോൾ അതിലൂടെയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. മറ്റു പല കാര്യങ്ങളും മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മിഡിൽ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ബിസിനസ് കൺസൾട്ടൻസി റൺ ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റിങ്ങിന്റെ കുറെ ഭാഗങ്ങൾ വന്നു പോകുന്നു, അതിലൂടെ ഉദാഹരണങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണക്ട് ചെയ്യുന്ന ഫാക്ടർ ആയതുകൊണ്ട് മുന്നോട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ സെക്കൻഡ് സി ഈസ് ക്യാഷ്. നമുക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏൺ ചെയ്യുന്ന മാർഗം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് സെഷനിലൂടെ ക്യാഷ് ഏൺ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കത് നേടേണ്ടതാണ്. സെക്കൻഡറി സോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻകം സോഴ്സ് ആയിട്ടോ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗവുമാണ്. ഇപ്പോ നമുക്ക് ഇന്നൊക്കെ അതിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നാണ് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇന്നാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയം എന്നാണ് ഞാൻ പറയാം. ഇപ്പോ കോവിഡിന് ശേഷം ഇപ്പോ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, പൃഥ്വിരാജ് എന്ന ആക്ടറിന്റെ. അദ്ദേഹം പറയുന്നുണ്ട്, കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികരിച്ച ഒരു മേഖലയാണ് ട്രെയിനിങ് എന്നുള്ള മേഖലയാണ് എന്നാണ് ഞാൻ പറയാം. ഒരുപാട് മേഖലകളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായ പോലെ തന്നെ ട്രെയിനിങ് സെഷനിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ സി എന്ന് പറയുന്നതും നമ്മൾ ഓൾറെഡി മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാളം മേഖലയിലൂടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വാല്യൂസ് പകർന്നു നൽകുമ്പോൾ, ഈ സെലിബ്രിറ്റി എന്നുള്ള വാക്കിന് ഞാൻ കൊടുത്തൊരു മീനിങ് അവർക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം, ഇഷ്ടം എന്നാണ്.
ഇപ്പോ ഞാൻ വളരെയധികം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ പറഞ്ഞ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്ന വ്യക്തി. ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് അതിന്റെ ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവലിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഇതാണല്ലോ ഞാനും പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എനിക്ക് അയാളോടുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോ സാറ് ഇപ്പൊ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ എനിക്കിങ്ങനെ ഒരു ചോയ്സ് അവസരം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിക്കുറിപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സാറിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പോ ട്രെയിനർ എന്നുള്ള നിലയിൽ സാറിന് സാർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ നിങ്ങൾ സ്നേഹിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവാം. അത് നമ്മുടെ ഈ, ബന്ധത്തെ ഒരിക്കലും നിർത്തുകയോ ഒന്നും ചെയ്യൂല എന്ന് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോടുള്ള താല്പര്യം. അപ്പോൾ ഈ താല്പര്യം എന്ന് പറയുന്നത് നമ്മളോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാമത്തെ ഒരു സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ 3 സി എന്ന് പറയുന്നത് നോർമലി ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് മലയാളം ആയിക്കോട്ടെ ഏത് ലാംഗ്വേജ് ആവട്ടെ ഒരു ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിൽ ഏതിലും തന്നെ കിട്ടുന്ന ഒരു 3 ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലാസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. സെക്കൻഡ് നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് ഇത് നമുക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു. അതില് ഈ തേർഡ് തിങ്ങിൽ നമ്മൾ പറയേണ്ട 1-2 കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഒരു ആപ്പിളിന്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടാവുക 2 കാര്യങ്ങൾക്കാണ്. ഇപ്പോ ആപ്പിളിന്റെ മാക്ബുക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ അതിന്റെ എഡിറ്റിംഗ് പർപ്പസ് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അതിന്റെ ഒരു വാല്യൂ കൊടുക്കുകയാണ്. അതിലാണ് അതിൽ എഡിറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അത് ഒരു ആപ്പിൾ ഫാൻ ആയിരിക്കും. അതെടുക്കുന്ന ഉപയോഗിക്കുന്ന ആൾ ആപ്പിൾ ഫാൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പർപ്പസിനോ വേണ്ടിയിട്ടായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാൾ അതിന്റെ ഫാൻ ആയി കഴിഞ്ഞു. വാല്യൂസ് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ ഫാൻ ആയിരിക്കും, അല്ലെങ്കിൽ വാല്യൂസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ട് അതിന്റെ ഫാൻ ആയതുകൊണ്ടാണ്. അപ്പോ അത്രയും എന്താ പറയാ അവരോടുള്ള ഇഷ്ടം അത്രയും പൈസ മുടക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു ഇഷ്ടമാണ് നമ്മൾ അവരോട് കാണിക്കുന്നത്. അത് നമ്മൾ ഈ ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന നമ്മളിലേക്ക് സാധാരണ വന്നു ചേരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഓൺലി ഫോർ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ്. അത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് കറേജ് ആണ്. കറേജ് എന്ന് പറയുമ്പോൾ ധൈര്യം. ഈ ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ട്രെയിനേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏതൊരു സെഷനും ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ട്രെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ കഴിവുറ്റ ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. ഒബിയസ്ലി മലയാളം എന്നുള്ള ലാംഗ്വേജിന് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ കറേജ് എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഒരു ലാംഗ്വേജ് ഉണ്ടാവുന്നതോടുകൂടി മാത്രം ആക്ച്വലി നമുക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും വി ക്യാൻ ലിവ് എനിവെയർ ഇൻ ദി വേൾഡ്. നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റും. ഏതൊരു സെഷൻ വേണമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ദുബായിൽ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് അതിന്റെ 5ാമത്തെ പ്രത്യേകത ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ നമുക്ക് വേൾഡിൽ എവിടെയാണെങ്കിലും ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ ഈ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് 8.11 ബില്യൺ ജനങ്ങളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 8.11 ബില്യൺ ആണ്. ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയായിരിക്കും. 100 കോടിയാണ് 1 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ 800 കോടി ജനങ്ങളാണ്, 800 കോടിക്ക് മുകളിൽ ജനങ്ങളാണ് ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 700 കോടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും ബാക്കി 1 ബില്യൺ അല്ലെങ്കിൽ 1.44 ബില്യൺ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പൊ നമ്മൾ ഇന്ത്യന്റെ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവുന്ന ആളുകളൊക്കെയാണ് നമ്മളൊക്കെ. ട്രെയിനേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും ലേൺ ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യന്റെ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ത്യന്റെ മാർക്കറ്റിലെ
100 ബില്യൺ അല്ലെങ്കിൽ ഈ 1 ബില്യൺ ആളുകളെയും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 മില്യൺ ഉണ്ടെങ്കിൽ പോലും ഒരു രൂപ വെച്ച് പേ ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിഞ്ഞാൽ 1 മില്യൺ ആണ് ഒരു ദിവസത്തെ നമ്മുടെ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും വേണ്ട, 1 ലക്ഷം ആളുകളെ മാത്രമാണെങ്കിൽ 1 രൂപ പേ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണ്ട, ഒരു മാസം 1 ലക്ഷം ആളുകൾ വേണ്ട, ഒരു മാസം ഒരു 10,000 ആളുകൾ. അപ്പോൾ അത്രയും വൈഡാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. അതായത് നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അതിന്റെ 227 സംതിങ്, 227 മടങ്ങാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വെറുമൊരു ലാംഗ്വേജ് എന്നല്ല, ഒരു ലാംഗ്വേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. 227ഓളം ഇരട്ടി സാധ്യതയാണ് ഈ ട്രെയിനിങ്ങിൽ നമുക്കുള്ള സാധ്യത. അപ്പോൾ ഈ വെറും ഇന്ത്യയെ മാത്രം നോക്കുകയാണെങ്കിൽ 1.44 144 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 44 കോടി ഒഴിവാക്കുക, 144 കോടിയിൽ 100 കോടി ഒഴിവാക്കിയാൽ 44 കോടി ജനങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ 5C ആണ് നമ്മൾ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന 5 ബെനിഫിറ്റ്സ്. അതിലെ ലാസ്റ്റ് 2 പോയിന്റാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. അതിൽ തന്നെ ലാസ്റ്റ് ക്രൗഡ് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്, ഹ്യൂജ് കൗണ്ട് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രം ഉണ്ടാവുന്നതോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഒരു ധൈര്യം, അതുപോലെ തന്നെ ലോകത്തിലെ ഏത് സെഷൻ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ധൈര്യം, ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ്. അതുപോലെ തന്നെ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് 5 പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതില് കൂടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഓഡിയൻസിൽ നമ്മൾ പറഞ്ഞു 8 ബില്യൺ ആളുകൾ ഇംഗ്ലീഷ് വേൾഡിലുണ്ട്. അവർക്ക് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളല്ല, പക്ഷേ ഏറെക്കുറെ ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും. അതിൽ തന്നെ 3.8 ബില്യൺ 380 കോടി ജനങ്ങളോളം നേറ്റീവ് ഇംഗ്ലീഷേഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും കേരളീയരായ നമുക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ കൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരാവുന്ന ഒരു ഫിയർ ആണ് ഇംഗ്ലീഷ് നേറ്റീവ്സിന്റെ മുമ്പിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഫിയർ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഒരു അളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട, നമ്മൾ മറ്റുള്ള ഇതിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നേറ്റീവ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് മാത്രം അഡോപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ആശയങ്ങൾ നമ്മുടെ സ്വന്തമാണ്. ട്രെയിനർ എന്ന് പറയുമ്പോൾ ആശയങ്ങൾ നമ്മുടെ ബ്രെയിനാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ആശയങ്ങൾ ഇംഗ്ലീഷിലൂടെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് മറ്റു ഉദാഹരണങ്ങൾ, അതായത് ഈ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോറിനേഴ്സിന്റെ മുമ്പിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് നമ്മുടെ ഈ ഒരു മേഖല പുരോഗമിപ്പിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിന്റെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കൊറോണ കാലത്ത് ഉണ്ടായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു 11 വയസ്സുകാരൻ പയ്യൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. 11 വയസ്സായിട്ടുള്ളൂ. കോഡിങ്ങിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളാണ്. അപ്പോ ഈ ഒരു കേരളത്തിൽ മാത്രമല്ല ചെക്കൻ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്, US, കാനഡ പോലെയുള്ള വിദേശ ഫോറിൻ കൺട്രീസിലൊക്കെ ബിസിനസ് വ്യാപിച്ചു കിടക്കാം. അപ്പോൾ 11 വയസ്സുകാരനായിട്ടുള്ള കോഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ പയ്യനെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കില്ല? മാത്രമല്ല ട്രെയിനേഴ്സ് ആക്കുന്ന നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ ആശയങ്ങൾ ഇംഗ്ലീഷിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇംഗ്ലീഷ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ തടസ്സം. നമുക്ക് മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാത്തതല്ല, ഓൾറെഡി നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. മൊഡ്യൂൾസ് നമ്മൾ മലയാളത്തിൽ അതിഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു തടസ്സം ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് മാത്രമാണ്.
അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ട്രെയിനേഴ്സും. സോ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജിന്റെ അപര്യാപ്തത മാത്രമാണ് നമുക്ക് ഈ ഒരു ക്ലൗഡിന്റെ മുകളിലേക്ക് ഉയർന്ന് പറക്കാനുള്ള ഒരേ ഒരു ഒബ്സ്റ്റക്കിൾ. സോ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ക്ലൗഡിന് മുകളിലേക്ക് നമുക്ക് പറക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് തുറന്നു വരുന്നത് എന്നാണ് നമ്മൾ ഈ സെഷനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ഉണ്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാനെങ്കിൽ നന്നായിരുന്നു. നമ്മൾ ഒരിക്കൽ കൂടെ ഈ 5 പോയിന്റ് ഒന്ന് പറയാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് ശേഷം വന്ന് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി, ട്രെയിനേഴ്സ് ആവുന്ന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകുന്ന 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്, അതായത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ജോബ് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ആ ജോബിനുള്ള സ്റ്റാൻഡേർഡ് ക്ലാസ്, എല്ലാ ജോബിനും അത് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് അത് ഓൾറെഡി ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്യാഷ്. ക്യാഷ് നമുക്ക് എന്തായാലും ഏത് ട്രെയിനർ ആവട്ടെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഏത് തരത്തിലുള്ള ട്രെയിനർ ആവട്ടെ. ഇപ്പോൾ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് ഇന്ന്. ഇപ്പോൾ കസക് ബെഞ്ചാലി, അനിൽ ബാലചന്ദ്രൻ, അതേപോലെ തന്നെ അഭിഷാദ് ഗുരുവായൂർ, അങ്ങനെ ഒരാൾ അറിയാം. അങ്ങനെ പല ആളുകളും നമ്മളിന്ന് കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഇതൊക്കെ നോർമലി ഒരു മലയാളം സംസാരിക്കാൻ അല്ലെങ്കിൽ മലയാളത്തിൽ ട്രെയിനിങ് എടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഇംഗ്ലീഷ് ട്രെയിനേഴ്സിന് മാത്രമായിട്ടുള്ളതാണ്. അതായത് കറേജ് എന്ന് പറയുന്ന ഫോർത്ത് വണ്, അത് നമുക്ക് ലോകത്തിന്റെ എവിടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രെയിനർ എന്നുള്ള നിലയ്ക്കും അല്ലാത്ത നിലയ്ക്കും, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിന്റെ എവിടെ പോയിട്ടും ലിവ് ചെയ്യാം, എവിടെ പോയിട്ടും നമുക്ക് താമസിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഏത് ദേശക്കാരായിട്ടുള്ള ആളുകളുടെ മുമ്പിലും നമുക്ക് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കറേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആശയങ്ങൾ നമ്മുടേതായതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ലാംഗ്വേജ് മാത്രമേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിലൂടെ നമ്മൾ ത്രൂ ഇംഗ്ലീഷ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സോ നമ്മുടെ കോണ്ടന്റ് എത്രത്തോളം വാല്യൂബിൾ ആണ് എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ക്രൗഡ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 8.11 ബില്യൺ ആണ് ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിനെ നമ്മൾ കാണുമ്പോൾ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിലും നമ്മൾ 7 ബില്യൺ ആളുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് സംസാരിച്ചത്. ഇന്ത്യയിലെ ഒരു 100 കോടി ജനങ്ങളെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ സംസാരിച്ചത്. എത്രത്തോളം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ആളുകളെ മാത്രം എടുത്തിട്ട്, അതും നമ്മൾ ആ 100 കോടി ജനങ്ങളെ എടുത്ത് സംസാരിച്ചിട്ടില്ല. 1 മില്യൺ പോലും നമ്മൾ എടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പോ എത്രത്തോളമാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്നാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സെഷൻ നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ താല്പര്യമുള്ള ആളുകൾ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ഓക്കെ, താങ്ക് യു അജ്മൽ. ഒരു ബെനിഫിറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ട്രെയിനിങ്, നമുക്ക് ഒരു മലയാളം ട്രെയിനർ ആകുന്നതിനേക്കാൾ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മെച്ചങ്ങൾ ഉള്ളത് എന്നുള്ളത് ഒരു 5 പോയിന്റ്സ് വെച്ചിട്ടാണ് ഇവിടെ അജ്മൽ അവതരിപ്പിച്ചത്. വളരെ നന്നായിരുന്നു. ഈ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാരിയർ ആണ് ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷിലേക്ക് സംസാരിക്കാൻ ഒന്നാമത്തെ നമുക്ക് പേടി ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളർന്നു വരികയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അതങ്ങനെ ഒരു എന്താ പറയുക, കിട്ടാക്കനിയായിട്ട് അങ്ങനെ വെക്കുകയാണ്. അതായത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ അധികം സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ഉള്ള ഒരു സ്കൂളിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻവയോൺമെന്റ് എനിക്ക് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുത്തു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു പക്ഷെ നമുക്കതിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കാം.
അപ്പോൾ പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നില്ല, മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ പിന്നെ അപ്പൊ ആ രീതിയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റുകൾ അതിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിയാസ് സാറ് കൈ ഉയർത്തിയിട്ടുണ്ട്. അപ്പോ നിയാസ് സാറ് അതിൽ ആഡ് ഓൺ ചെയ്യും. നിയാസ് സാറ് പറഞ്ഞോളൂ. First of all, let me convey my gratitude and thanks to you personally and to the group. പിന്നെ അതായത് എനിക്കിന്ന് സത്യം പറഞ്ഞാല് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ വഴിയോ എങ്ങനെയോ നിങ്ങൾ ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തോ അത്യാവശ്യമുള്ളതാണ്. പിന്നെ അത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തത്. അതായത് നമുക്ക് എന്താണോ ഇല്ലാത്തത് ആ സംഭവം, അത് ചിലപ്പോൾ പണമായിരിക്കാം, ചിലപ്പോൾ നോളജ് ആയിരിക്കാം, ചിലപ്പോൾ ലാംഗ്വേജ് സ്കില്ലായിരിക്കാം, എന്ത് തന്നെ ആയാലും വാട്ട് എവർ മേ ബി ഇറ്റ് ഈസ്, അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുക. കൂടുതൽ പിന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. അതുവഴി നമുക്ക് പടച്ച റബ്ബ് പുതിയ പുതിയ വഴികൾ കാണിച്ചു തരും. അതുവഴി നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്തിനെ കുറിച്ചിട്ടാണോ നമുക്ക് ഇല്ലാത്തത് അതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ്സ് ഓൾ. അതെ അതെ അതെ, താങ്ക് യു നിയാസ് സാർ. അതായത് നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അല്ലേ? അതല്ലേ നിയാസ് സാർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, നമ്മളിപ്പോ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ലാംഗ്വേജ് സ്കിൽ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുക, ബുദ്ധിമുട്ടുക പറയുന്നതിന് പകരം നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം കൺസിസ്റ്റന്റ് ആയിട്ട് നോളജ് അതെ എക്സ്ക്യൂർ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം അതെ ഞാനൊരു സാധാ മലയാളം മീഡിയത്തിലെ വിദ്യാർത്ഥിയാണ്, സാധാ മലയാളം മീഡിയത്തിൽ. പക്ഷെ ഞാൻ നിരന്തരം ഇതിന്റെ പിന്നിലായതുകൊണ്ട് എനിക്കിപ്പം വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ്, ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം സംസാരിക്കുന്ന ഇതേപോലെ എനിക്കൊരു ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് മുമ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഒരാളെടുത്ത് പോവാതെ സെൽഫായിട്ട് ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഈവൻ നമുക്ക് ഒരുപാട് ഇപ്പൊ നിയാസ് സാറിനെ പോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിൽ തന്നെ ഉണ്ടാവും. നേരത്തെ അങ്ങനെ സംസാരിക്കാതെ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അവര് സ്വയം നേടിയെടുത്തതോ അതല്ലെങ്കിൽ ചുറ്റുപാടുകൾ മാറിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളൊരു ജോലി സ്ഥലത്തേക്ക് പോയി അവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ആയി പോകുമല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് നേടിയെടുത്തവരും ഉണ്ടാകും, അതേപോലെ എൻവയോൺമെന്റ് മാറിയതിനനുസരിച്ചിട്ട് മാറിയവരും ഉണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ എങ്ങനെയാണ്, പിന്നെ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും പിന്നെ ഓഡിയൻസിന് ഇതിൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓഡിയൻസ് എന്തെങ്കിലും അത് ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ചോദ്യങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. എനിവേ അജ്മൽ നമ്മളുടെ ഒരു ട്രെയിൻ അലൂമിനി കൂടിയാണ്. അപ്പോ അജ്മലിന് ഈ ഒരു ഇങ്ങനെ ഒരു താല്പര്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഐ മീൻ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ ആവണം. അപ്പൊ നിലവിൽ മലയാളം ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇംഗ്ലീഷൊക്കെ അല്പം സംസാരിക്കും, പക്ഷെ ഇംഗ്ലീഷിൽ ഇതുവരെ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഉള്ള ഒരാൾക്ക് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? അജ്മൽ കേൾക്കുന്നുണ്ടോ? ഹലോ, ആ കേൾക്കുന്നുണ്ടോ? അജ്മൽ പറ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ യാസറിന്റെ വർക്കുകൾ തന്നെ കണ്ടെടുക്കുകയാണ്. അതായത് അത് തന്നെയാണ് ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയുമായിട്ട് നോക്കുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ടൊരു റൂട്ട്മി എന്ന് പറഞ്ഞൊരു എന്താ പറയുക സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു 23-24 വയസ്സെങ്ങാണ്ടുള്ള ഒരു പയ്യനാണ്. അവൻ പറയുന്നുണ്ട്, നിയാസ് സാർ പറഞ്ഞ അതേ കാര്യമാണ് അവൻ പറഞ്ഞത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷിന്റെ പുറകെയാണ്. സോ അതാണ് എന്നെ ഇന്ന് ഈ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് നേടിത്തന്നത്. ഞാൻ എന്താണോ എനിക്കില്ല എന്ന് മനസ്സിലാക്കിയത്
അതിന്റെ പിറകെയായിരുന്നു കഴിഞ്ഞ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇംഗ്ലീഷാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഞാൻ കണ്ടിരുന്നത് ഇംഗ്ലീഷിനെയാണ്. സോ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷിലൂടെ ആയപ്പോ അത് അജ്മൽ സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ. വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ചോ. അത് എന്നിലേക്ക് വന്നു ചേരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അജ്മൽ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? എനിക്ക് ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. ആ അപ്പോ നമ്മൾ പറഞ്ഞത് ആക്ച്വലി നമ്മൾ എന്തിന്റെ പിറകെ ആണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊന്നാണോ ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പിറകെയാണ് നമ്മൾ എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രെയിനർ ആവാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ വോക്കൽ, അല്ലെങ്കിൽ അതുപോലെ വോയിസ് ഇംഗ്ലീഷിന്റെ വോയിസസ് കേൾക്കാം, ഇംഗ്ലീഷ് വീഡിയോസ്. ഇതൊക്കെ തന്നെയാണ് നമ്മളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്. പക്ഷെ നമ്മളിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഇതിനോടുള്ള ഒരു താല്പര്യമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എനിക്ക് ഗെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു താല്പര്യമാണ്. എനിക്ക് എന്താണോ ഇല്ലാത്തതെന്ന് സാർ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ട് അതിന്റെ പിറകെ ഈ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇംഗ്ലീഷിലൂടെ ആയിരിക്കണം. സോ ഇംഗ്ലീഷ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്തായാലും സന്തോഷം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മളുടെ ഒരു പക്ഷെ ഗോളിൽ തന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം. പക്ഷെ അതിലേക്ക് നമ്മൾ പലപ്പോഴും എത്തിച്ചേരാറില്ല. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മെന്റർ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരു ടീമിന്റെ കൂടെ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ആ രൂപത്തിൽ നമുക്കൊരു എംപവർമെന്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് എന്നുള്ളത് നമ്മൾ മലയാളം ട്രെയിനിങ് എന്നുള്ളത് പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് എന്നുള്ളത് കൂടി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുകയും അതിലേക്ക് പിന്നെ എത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ നിർവഹിക്കാൻ പറ്റും? നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ വെച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രാക്ടീസ് ആരംഭിക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അജ്മൽ അതിന്റെ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിയാസ് സാർ ഉണ്ട്. നിയാസ് സാറും ഇംഗ്ലീഷ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും പിന്നെ ആഗ്രഹിക്കുകയോ അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയൊരു തീപ്പൊരി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മളുടെ തിങ്കിങ് പാറ്റേണുകളിൽ നിന്ന് ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവുക. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ പല മൂവ്മെന്റുകളിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് കൂടി പറ്റും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത അജ്മൽ, അതേപോലെ തന്നെ സെഷൻ
വീക്ഷിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ 7 മണിക്ക് മറ്റൊരു ടോക്കുമായിട്ട് മറ്റൊരു ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ നാളെ കാണാം. സോ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരി വൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.